ഗഡിയോളെ എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം കേട്ടാ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? ഓണം കഴിഞ്ഞു, ഇനി പൂക്കളും പൂവൊന്നും നോക്കി ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അതെ, ഒരു കിട്ടുക്കാച്ചി മീൻകറി, ആവോലി മുളകിട്ടതും കപ്പയും, ഒരു രക്ഷയിലേട്ട കോമ്പിനേഷൻ. മീൻകറിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരം. നിങ്ങൾ നോർമലി ആവോലിയൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യുന്നു. ആവോലി മാത്രമല്ല, ഏത് മീൻകറിയും ഇങ്ങനെ വെക്കാം. പക്ഷേ എങ്കിലും ഇത്തരത്തിലൊന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് പറയും. ഓക്കെ, അപ്പോൾ പോയോ? ആദ്യം തന്നെ ഒരു ചട്ടി വെച്ചിട്ടേ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ മൂക്കുമ്പോൾ കടുകിട്ട് അങ്ങോട്ട് പൊട്ടിക്കുക. അങ്ങോട്ട് പൊട്ടി തകിട് പൊടിയാകുമ്പോൾ ഒരു ലേശം ഉലുവ അതിലിടുക. ഉലുവയും അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിക്കുക. അത് കഴിഞ്ഞാൽ ഉള്ളി, ചതച്ച് വെച്ച ഉള്ളി കുറച്ച്, രണ്ട് പിടി ചുവന്നുള്ളി, ചെറിയ ഉള്ളി, അത് ഒന്ന് ഇട്ട് ഒന്ന് വഴറ്റുക. അതിലേക്ക് ഒരു 4 പച്ചമുളക്, നല്ല എരിവുള്ളതായിക്കോട്ടെ, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ്, പച്ചമുളക് ഇടുക. അതുപോലെ വെളുത്തുള്ളി ചതച്ചത് ഇടുക. പിന്നെ അതുപോലെ ഇഞ്ചി കുറച്ച് നീളനെ കീറിയത് ഇടുക. കുറച്ച് കറിവേപ്പില ഇടുക. എന്നിട്ട് വൃത്തിയായിട്ട് ഒന്ന് സോട്ട് ചെയ്യുക. നല്ലോണം ഇത് കുറച്ച് നല്ലോണം എന്താ പറയുക, വഴറ്റി എടുക്കണം. എന്നാലേ ഇതിൻ്റെ ഗ്രേവി തിക്കാവുള്ളൂ. അതിനുശേഷം ബാക്കിയുള്ള ആ ഉള്ളി ചതച്ചതും അതിലേക്കിട്ട് വൃത്തിയായിട്ടൊന്ന് എല്ലാം ഒന്ന് എന്താ പറയുക മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും വരത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കണം നല്ലോണം. അത് നല്ലോണം ഒന്ന് വഴറ്റി കിട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, അതായത് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടാം. അതിനുശേഷം പിന്നെ ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി, 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ടിട്ട് നല്ലോണം വൃത്തിയായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എല്ലാ ഭാഗത്തേക്കും ഈ മസാലയുടെ ഇത് എത്തുന്ന രീതിയിൽ എല്ലായിടത്തേക്കും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് നല്ല മുളക് പൊടി, നോർമൽ മുളക് പൊടി 1 ടീസ്പൂൺ, അതിനുശേഷം ഒരു 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇത് കളറിനാണ് കാശ്മീരി ചില്ലി പൗഡറിന്, അത് എരിവുണ്ടാവില്ല. അപ്പോൾ ഒരു 2.5 ടീസ്പൂണോളം ഇടാം. എന്നിട്ട് വൃത്തിയായിട്ട് ഇതുപോലെ ഒന്ന് സോട്ട് ചെയ്ത് എല്ലായിടത്തേക്കും എത്തത്തക്ക രീതിയിലൊന്ന് സോട്ട് ചെയ്ത് ഒന്ന് എന്താ പറയുക സോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കണം. ഇതൊക്കെ ചേർക്കുന്നത് ഗ്രേവി തിക്കാവാനായിട്ടാണ്. പിന്നെ നമ്മൾ ഒരു ബൗളിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ ഒരു 4-5 അല്ലി നമ്മുടെ കുടംപുളി ഇളം ചൂടുവെള്ളത്തിലിട്ട് വെക്കണം. അതിൻ്റെ എന്താ പറയുക പുളിയൊന്ന് ഇറങ്ങാനായിട്ട്, ആ വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട്. ഇപ്പോൾ ഇങ്ങനെ സോട്ട് ചെയ്ത ഈ മിശ്രിതത്തിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ്, പാകത്തിന് ഉപ്പ് ചേർക്കുന്നു എന്ന് മാത്രം, 1 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുക. വൃത്തിയായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ കൊടംപുളി എന്താ പറയുക വെള്ളത്തിലിട്ട് വെച്ച ആ വെള്ളത്തോട് കൂടിയിട്ട് കൊടംപുളി ഈ മിശ്രിതത്തിലേക്ക്, ഈ തക്കാളി ഇട്ടതിന് ശേഷം നമുക്ക് ആ കൈകൊണ്ട് തന്നെ ഒന്ന് എന്താ പറയുക ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ആ കൊടംപുളി ഇട്ടിട്ടുള്ള വെള്ളം അടക്കം ഇതിലേക്ക് ചേർക്കുക. ഇനി നമ്മളതെല്ലാം ഒന്ന് വൃത്തിയായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ചും കൂടി വെള്ളം ആവാം. കാരണം നമുക്ക് ഈ ആവോലി ഫിഷ് ഇട്ട് വേവിക്കേണ്ടതാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട്, ഇനി ചൂടുവെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു 1-1.5 ഗ്ലാസ്സോളം, 2 ഗ്ലാസ്സോളം ചൂടുവെള്ളം നമുക്കിതിലേക്ക് ഒഴിക്കാം. അങ്ങനെ ഈ ചൂടുവെള്ളം ഒഴിച്ച്, അതായത് ഈ മീൻ മുങ്ങി കിടന്ന് വേവുന്ന വരയ്ക്കുള്ള അത്രയ്ക്കുള്ള വെള്ളം, അധികം വെള്ളം വേണ്ട, എങ്കിലും കുറച്ചധികം വേണം. ഇപ്പോൾ ഈ മീൻ അത്രയ്ക്കുള്ള സ്ഥിതിക്ക് അങ്ങനെ മീനൊക്കെ ഇതിലേക്ക് പകർന്നതിന് ശേഷം പിന്നെ നമുക്ക് കയ്യിലിട്ടിട്ടൊന്നും ഇളക്കാൻ പാടില്ല. പിന്നെ ഈ ചട്ടിയോട് കൂടിയിട്ട് ഒന്ന് എടുത്ത് ചുറ്റിച്ച് വെക്കാനേ പറ്റുള്ളൂ.
അങ്ങനെ വെച്ച് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിക്കുക. ഒരു രക്ഷയില്ലാത്ത കറി കേട്ടോ ഇത്. ഇപ്പോഴേക്കിത് ഇങ്ങനെ ഭയങ്കര സ്മെല്ലിങ്ങനെ വന്നു തുടങ്ങുന്നുണ്ടാവും. ഇനി ഇത് ഒരുവിധം ആവുമ്പോഴേക്കും നമ്മൾ കപ്പ സൈഡിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല, നോർമൽ കപ്പ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേവിക്കാൻ വെക്കുന്നു മാത്രം. ഇത് നമ്മൾ മീൻ വെന്തതിന് ശേഷം കുറച്ച് വേപ്പില അതിൻ്റെ മുകളിലിട്ട് ഒരു ലേശം പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഒഴിക്കുന്നു മാത്രം. ഇനി കപ്പയിലേക്ക് നമുക്ക് കുറച്ച് മിശ്രിതം ഉണ്ടാക്കാനുണ്ട്. കുറച്ച് തേങ്ങ ചിരകിയതും ഒരു 2 പച്ചമുളകും പിന്നെ ഒരു 2 നുള്ള് ജീരകവും ചേർത്തൊന്ന് ഒതുക്കിയെടുക്കണം. ഇതാണ് മീൻകറിയുടെ അവസ്ഥ. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? ഒരു രക്ഷയില്ലാട്ടാ. ഞാൻ അനവധി മീൻകറി കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് ഒരു 1.5 മീൻകറി. നിങ്ങൾ വെച്ച് നോക്കിയിട്ട് പറയും. കപ്പയുടെ അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കപ്പ അത്യാവശ്യം നല്ല വേവുള്ള കപ്പയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ അത് വെന്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഈ പറയുന്ന തേങ്ങയും പച്ചമുളകും ജീരകവും കൂടിയിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ള ആ മിശ്രിതം ഇതിലേക്ക് ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. സത്യം പറയാലോ, അനവധി പ്രാവശ്യം ഇതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഇമാതിരി രുചിയോട് കൂടിയിട്ട് അടുത്ത് കഴിക്കുന്നത് ഇതാണ്. ഒരു രക്ഷയില്ല. ഗംഭീര രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര രുചി. എത്ര കഴിച്ചിട്ടും മതിയാവില്ല എന്ന് പറയില്ലേ. ഇനി കുറച്ച് നേരം ഇരുന്ന് ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം മീൻകറി വേറെ ലെവല്. അപ്പോൾ നിങ്ങൾ ഒന്ന് ഇത് ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടിപൊളി. നിങ്ങൾക്ക് വേറിട്ടൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ. എല്ലാവരും അധികം വൈകണ്ട. ആവോലി തന്നെ വേണമെന്നൊന്നുമില്ല, വേറെ ഏത് മീനായാലും ഇതുപോലെ വെക്കാൻ പറ്റും. പക്ഷേ ആവോലി ആകുമ്പോൾ അതിൻ്റേതായൊരു സ്റ്റൈലുണ്ടെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ കപ്പയും മീൻകറിയും കൂടിയിട്ടുള്ള കോമ്പിനേഷൻ അടിപൊളിയാണ്. ഒരു രക്ഷയില്ല. എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്താ പറയുക, ഇഷ്ടമായിട്ടുള്ള ഒരു വിഭവം ആണെന്ന് പറയാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം കമൻറ്റിൽ ഇടാൻ മറക്കരുത്. അടുത്ത ഇതുപോലെയുള്ള ഗംഭീര വീഡിയോസൊക്കെ ആയി വരുന്നത് വരേക്കും ബൈ ബൈ.